ഇവിടെ ശ്രീ അനിൽകുമാർ, തോമസ് ഐസക്കിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ പത്തനംതിട്ട ഇത്തവണ പതിവ് UDF സീറ്റിന് തുടക്കത്തിൽ തന്നെ ഒരു വലിയ ശ്രദ്ധ ആകർഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. പ്രചാരണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അപ്പുറത്ത് അനിൽ ആൻ്റണി, AK ആൻ്റണിയുടെ മകൻ മത്സരിക്കുന്നു, ആൻ്റോ ആൻ്റണി സിറ്റിംഗ് MP മത്സരിക്കുന്നു. തോമസ് ഐസക്കിൻ്റെ സ്ഥാനാർത്ഥിത്വം, ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, UDFിൻ്റെ സിറ്റിംഗ് സീറ്റ് ഇത്തവണ പത്തനംതിട്ടയിലേക്ക് LDFന് വിജയിച്ചു കയറാനാകും എന്ന നിലയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അതിൻ്റെ യുക്തിസഹമായ ഘടകങ്ങൾ ചുരുക്കത്തിൽ ആദ്യം. UDFിൻ്റെ സ്ഥാനാർത്ഥി പത്തനംതിട്ട MP ആയി 15 കൊല്ലമായി. അതിനുശേഷം പത്തനംതിട്ട മണ്ഡലത്തിൽ വന്ന മാറ്റം, ആ മാറ്റത്തിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളും LDF വിജയം നേടുക എന്നുള്ളതാണ്. അങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ നടന്ന രാഷ്ട്രീയ മാറ്റമാണ് ആദ്യമായി പത്തനംതിട്ട മണ്ഡലത്തിലുണ്ടായ ഒരു ഘടകമെങ്കിൽ, ആ രാഷ്ട്രീയ മാറ്റം കോട്ടയം ജില്ലയുടെ ഭാഗമായ പൂഞ്ഞാറിലേക്കും കാഞ്ഞിരപ്പള്ളിയിലേക്കും പടർന്നിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരള കോൺഗ്രസും വന്നതോടുകൂടി കോട്ടയം ജില്ലയിലുണ്ടായ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ചങ്ങനാശ്ശേരി മുതൽ പൂഞ്ഞാർ വരെയുള്ള ഒരു ബെൽറ്റ് ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നത്. കാഞ്ഞിരപ്പള്ളി മണ്ഡലം, അതുപോലെ തന്നെ പൂഞ്ഞാർ മണ്ഡലം. കേരള കോൺഗ്രസും LDFിൽ വന്നതോടുകൂടി രാഷ്ട്രീയമായി ഈ മണ്ഡലം LDFിന് അനുകൂലമായ മണ്ഡലമായി മാറി. അതോടൊപ്പം തന്നെയാണ് 15 കൊല്ലമായി MP ആയി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കെതിരായി ഇത്രയേറെ വികാരം, ആൻറ്റി ഇൻകംബൻസ് എന്ന് പറയുന്നത് ഈ നാട്ടിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഏറ്റവും ഏറെ തീവ്രമായ തലയിലേക്ക് വന്നു. ഒരു വ്യാജ സർവേക്കും കീഴ്പ്പെടുത്താനാവാത്ത ഉയരത്തിലേക്കാണ് തോമസ് ഐസക്കിനെ ഈ മണ്ഡലത്തിൽ സ്വീകരിക്കുന്നതെന്ന് ഞങ്ങൾ കാണുകയാണ്. പത്തനംതിട്ടയിലെ മനുഷ്യൻ്റെ അടുപ്പിനെ തകർത്തത്, നമ്മുടെ ജീവിതത്തെ തകർത്തത് റബ്ബറിൻ്റെ വിലയിടുവല്ലേ? ഇത് നേതൃത്വം കൊടുത്ത 2 കൂട്ടരല്ലേ ഇവിടെ നിൽക്കുന്നത്? ആസിയാൻ കരാറിൽ ഒപ്പിടുക, അത് നടപ്പാക്കുക. ആ റബ്ബറിൻ്റെ വിലത്തകർച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണെങ്കിൽ, ഇന്ന് ഇന്ത്യ രാജ്യത്ത് റബ്ബറിന് ഏറ്റവും ഉയർന്ന വിലയിൽ സംഭരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം. അതുകൊണ്ട് പത്തനംതിട്ടയിലെ മനുഷ്യരെന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി താലൂക്കും പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ റബ്ബറുമായി ബന്ധപ്പെട്ടതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, തോമസ് ഐസക്കിനെ പോലുള്ളൊരു ജനപ്രതിനിധിയെ കിട്ടാൻ തപസ്സിരിക്കണം. അതെന്താ കണ്ടത്? തോമസ് ഐസക്ക് ഉണ്ടാക്കിയ മാതൃക, സാക്ഷരതാ പ്രസ്ഥാനത്തിൽ തോമസ് ഐസക്കുണ്ട്, ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൽ അദ്ദേഹമുണ്ട്, കുടുംബശ്രീയുടെ നിർമ്മിതിയിൽ തോമസ് ഐസക്കുണ്ട്, കിബിയുടെ പ്രവർത്തനങ്ങൾ തോമസ് ഐസക്കിൻ്റെ തനതായ മാതൃകയുണ്ട്. ഇങ്ങനെ ആധുനിക കേരളത്തെ രൂപപ്പെടുത്തിയ ജനപക്ഷ വികസനത്തിൻ്റെ പ്രയോക്താവെന്ന നിലയ്ക്കും അതിൻ്റെ ചിന്തകനും പ്രയോഗമെന്ന നിലയ്ക്കും ഒരാൾ കടന്നു വരുമ്പോൾ, നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു MP യാണ് പത്തനംതിട്ട കാണാൻ പോകുന്നത് തോമസ് ഐസക്കിലൂടെ. എന്താണ് കാരണം? ഒരു MP എന്തു ചെയ്യണം? ഈ നാട്ടിലെ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളുമായി നേരിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു പുതിയ MP യുടെ പ്രവർത്തനാനുഭവത്തെ ഈ പത്തനംതിട്ടയുടെ യാഥാർത്ഥ്യമാക്കി മാറ്റാനും, അങ്ങനെ പമ്പാ നദിക്കരയിൽ ഒരു പുതിയ വികസനത്തിൻ്റെ ഒരു തങ്ക സൂര്യോദയം കാണാൻ ഈ ശബരിമലയുടെ മണ്ഡലത്തിൽ സാധ്യമാകും എന്ന ആത്മവിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്.